ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ശിശിര ആൻഡ് ഇന്ന് ഞങ്ങൾ അവസാനത്തെ നമ്മുടെ കല്യാണ സാരി എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഇവരെല്ലാവരും ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി എത്ര ബാഗ് അത് 1 2 3 4 5 ഇവിടെ വേറെ ആള് 7 8 9 പിന്നെ ഒരു 10 ഇത്രേ ഉള്ളോ? കുറഞ്ഞു പോയോ താങ്കൾക്ക്? അതെ, പമ്പേഴ്സ് വെക്കരുത് കൊണ്ട് പോവും ബാംഗ്ലൂർക്ക്. സോ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം ചെക്കൗട്ട് ചെയ്ത് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പുളിമൂട്ടി പോവും. അപ്പോഴേക്കും നമ്മള് ചേട്ടനും അമ്മയും അവിടേക്ക് എത്തും. സോ ഞങ്ങൾ ഇവിടെ നിന്ന് വേഗം ചെക്കൗട്ട് ചെയ്യട്ടെ. ഞങ്ങൾ വീണ്ടും ശരവണ ഭവനിലേക്ക് വന്നു. രാവിലത്തെ ഫുഡ് കഴിക്കാൻ ബാഗൊക്കെ ഞങ്ങൾ അവിടെ കൊടുത്തു. അവിടെ ലോബിയിൽ ഞങ്ങൾ വെച്ചിട്ട് ശരവണ ഭവനിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നു. ദിസ് ഇസ് പൊടി റോസ്റ്റ്. ഇത് തമിഴായി പൊങ്കൽ. അവിടെ പൂരി മസാല. ഇനി വേറെ എന്ത് വരാണ്ടെന്ന് മിനി ടിഫിൻ. അതൊക്കെ ഇത്രയും സാധനം ആരും കഴിക്കാം. പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചോട്ടെ. അല്ലല്ല, ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്തോരം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നല്ല സുഖമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് പൊങ്കല് അല്ലേ അമ്മ? പൊങ്കല് എന്താ സാധനം? പരിപ്പല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പൊടി. നമുക്ക് കഴിച്ചു നോക്കണേ. പിന്നെ എന്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് മിനി ടിഫിൻ കാണിച്ചു തരാം. അതെ, മിനി ടിഫിൻ വന്നു. അത് സെറ്റാണ് ഞങ്ങൾ പറയുന്നത്. ഇതിനെന്താ ശരിക്കും ഇത് മാത്രം മതിയായിരുന്നു. ഇതെല്ലാം മസാലയുണ്ട്, ഇതെല്ലാം കഴിക്കണുണ്ടോ? ഞങ്ങളുടെ പ്ലേറ്റ് എല്ലാം കാലിയായി. പമ്പിന് പൊങ്കലല്ല കാണുന്നത്. പമ്പി എന്താ സാധനം? താങ്കൾ കഴിക്കുന്നില്ല? ഞങ്ങളുടെ പ്ലേറ്റ് എല്ലാവരുടെയും കാലിയാണ്. എന്തല്ലേ കോഫി ഒന്നും നല്ല ഫിൽറ്റർ കോഫി. അയ്യോ, വയറ് നിറഞ്ഞു. ഇനി ഇവിടെ മെല്ലെ നടന്ന് നമുക്ക് പുളിമൂട്ടിൽ പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും അലമിറ ഭായ് പുളിമൂട്ടിലെത്തി. അടിപൊളി ഷോറൂം ആട്ടോ. ഇത് ഞങ്ങൾ അവിടെ എത്തിയല്ലോ, ബാക്കി അവരെത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ പിന്നെയും ഉള്ളിൽ കേറാന്ന് വിചാരിച്ചു. നമ്മൾ തന്നെ ഫസ്റ്റ് കേറാം. അവര് അപ്പോഴേക്കും ചേട്ടൻ ഫാമിലി എത്തും. നമുക്ക് വീണ്ടും പോവാം. റണ്ണിങ് മെറ്റീരിയൽസ് അവൈലബിൾ ഒക്കെ ഉണ്ടോ? ഓർഗാൻസ അങ്ങനത്തെ കുറെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. നമ്മള് സംഗീതത്തിന്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ താങ്കൾ നോക്കണ്ടേ? എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ താങ്കളുടെ? എന്താ കോൺസെപ്റ്റ് എന്നാ ചോദിച്ചത്? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോട്ടിൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു വൈൻ ഷെയ്ഡിലുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള ലെഹങ്ക. ഓക്കെ ഗൈസ്, ഇവിടെ കുറെ അധികം കളക്ഷൻസ് ഉണ്ട്. നല്ല നല്ല തുണി. ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് ചിലപ്പോൾ ക്ലോത്ത് എടുക്കും. അവിടെ ചേട്ടൻ വരാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഫുൾ താങ്കൾ കൺഫ്യൂഷനിലാണോ? ഈ ബുട്ടിക്കുന്ന ആൾക്കാരൊന്ന് വിളിച്ചിട്ടേ ഒന്ന് അറിഞ്ഞാൽ എത്ര ക്ലോത്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കാലോ. എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, പക്ഷെ എൻ്റെ കോൺസെപ്റ്റ് എത്രത്തോളം അത് റെഡി ആവുമെന്ന് എനിക്ക് അറിയില്ല. നോക്കട്ടെ. അത്രയും കുറേ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇവർ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് മേലോട്ടേക്ക് മെല്ലെ സാരി നോക്കാൻ വേണ്ടി പോവാം. നമ്മൾ ഇന്നലെ ഓൾറെഡി കുറേ എണ്ണം സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇന്നത്തെ പരിപാടി എളുപ്പമായിരിക്കും. പിന്നെ ഇന്ന് സമയം 10 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് വേഗം പരിപാടി കഴിയുന്നതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തിയിരിക്കുന്നു. നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞ സാരി നമുക്ക് നോക്കാം. താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം. എല്ലാം നല്ല ഭംഗിയുള്ള സാരികളാണ് ഇവിടെ. അതാണ് മീനാക്കരി വർക്ക്. മീനാക്കരി വർക്ക് എന്ന് പറയുന്നത് ഡീകമ്മിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. തീരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ. മറ്റു മെറ്റീരിയൽ തീരെ സോഫ്റ്റ് ആയിരിക്കും. ഇത് ഡീകമ്മിങ് മെറ്റീരിയൽ പറയുന്നത്. സ്റ്റാർച്ച് ഇല്ലാതെ ഡയറക്റ്റ് കാഞ്ചീപുരത്തിന് ഇതിന്റെ പാറ്റേൺ ഡീകമ്മിങ് മെറ്റീരിയലാണ്.
ഇതിനെ പറയുന്നത് നമുക്ക് സ്റ്റാർച്ച് ഇല്ലാതെ ഡയറക്റ്റ് നെയ്റ്റിൽ നിന്ന് വരുന്ന സാരികളാണ് DKMing മെറ്റീരിയൽ. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ തീരെ സോഫ്റ്റ് ആയിരിക്കും മെറ്റീരിയൽ. പിന്നെ മീനാക്കാരി വർക്ക് എന്ന് പറയുന്നത്. പംജിസിനെ ഡ്രൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതൊരു റെഡിന്റെ വേറെ തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാ. പിന്നെ അങ്ങനെ ഒതുങ്ങി നിൽക്കും. ഇവിടെ ജഡ്ജ് ചെയ്യാനിരിക്കുന്ന അമ്മ, ആന്റി, ആകാശേട്ടൻ, ഇവിടെ ഇപ്പുറത്ത് അച്ഛൻ, എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെയും സാരി എടുക്കുന്നു. നല്ലൊരു ടൈമാണ് ഇപ്പോൾ, അതുകൊണ്ട് ഇവിടെ വലിയ ആൾക്കാർ തിരക്കില്ലുണ്ട് കേട്ടോ. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും അങ്ങനെ കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ നല്ല നല്ല സ്റ്റാഫും നല്ല കസ്റ്റമർ സർവീസ് അവിടെ. നമുക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു. വാം ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ തന്നെ. നമുക്ക് ഇന്നലെ എടുത്തുന്ന പൂജ ചേച്ചിയും ഷീജ ചേച്ചിയും ഉണ്ട്. അവർ 11 o'clock വരിക. നമ്മൾ ആന്റിക്കുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് റിസപ്ഷൻ സാരീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഷീജ ചേച്ചി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് പേസ്റ്റലാണോ? അല്ല, നമ്മുടെ പൂജ ചേച്ചി ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങളെ സാരി ഞങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞ ചേട്ടന്റെ പേര് ഞാൻ എല്ലാവരും കാണിച്ചു കൊടുക്കാം. കുമാർ എ. കേരള സാരി നോക്കുകയാണ് ഇവിടെ. അല്ല അല്ല അങ്ങനെ ഡിസൈൻ വലുത് വേണ്ട, ചെറിയ ഡിസൈൻ കുറച്ച് ഔട്ട് ഓഫ് ഫാഷൻ. കുഞ്ഞു ഡിസൈൻ ചെറിയ ഡിസൈൻ ഇത് വേണം. എനിക്ക് ആക്ച്വലി ഇതിനെ കുറിച്ചൊരു ധാരണയില്ല, സത്യം പറഞ്ഞു. അതെ, ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നല്ല ഭംഗിയില്ല കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, ഓവറല്ല, പക്ഷെ എന്തോ ഒരു വ്യത്യാസമില്ലേ. എന്താ താങ്കൾക്ക്? ചെറിയ സാധനല്ലേ പോരെ, അങ്ങനെ മതി. ഓവർ വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഇവരിവിടെ ലഹങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ എൻ്റെ വോയിസ് എവിടെയോ കട്ടായി പോയിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ മൈക്ക് ഓൺ ആയിരുന്നു, പക്ഷേ എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ബേസിക്കലി ചേച്ചിയുടെ കല്യാണ സാരി വാങ്ങിച്ചു, ആൻറ്റിക്കുള്ള സാരി വാങ്ങിച്ചു, പിന്നെ ചേച്ചിക്ക് ഒരുക്കാനുള്ള മറ്റേ എന്താ പറയുക ഇതില്ലേ സെറ്റ് സാരി വാങ്ങിച്ചു, അങ്ങനെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മൾ സംഗീതത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കാം. ഇവിടുന്ന് ഡ്രസ്സ് നമ്മൾ ക്ലോത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി അഫോർഡബിളായിട്ട് നമ്മുടെ റേഞ്ച് നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ സങ്കടം, എൻ്റെ വോയിസ് അവിടെ കട്ടായി തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും അതിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ ഞാനും കൂടി ചിലപ്പോൾ ഞാൻ ഇവിടെ നോക്കും മെറ്റീരിയൽ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അങ്ങനെ ഏകദേശം ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനി ഞാൻ എൻ്റെ ഡ്രസ്സ് ഞാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം. അത്യാവശ്യം നല്ല ഇന്നത്തെ കളക്ഷൻസ് ഉണ്ട്. മറ്റേ ചുമടി മെറ്റീരിയൽസ് നമുക്ക് ഹൽദിക്കൊക്കെ ഇടാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് ചൂസ് ചെയ്തത്. ബ്ലാക്കിൻ്റെ ഞാൻ സംഗീതത്തിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുത്തു. ഇനി സ്റ്റിച്ച് ചെയ്യാൻ ഞങ്ങൾ ഇവിടുന്ന് പോകണം. ചേച്ചി സംഗീതത്തിൻ്റെ മെറ്റീരിയൽ എടുത്തു, ചേട്ടൻ ഡയബിൾ ഫാബ്രിക് എടുത്തു ഹൽദിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം 12:30, 1 മണി ആവാറായി. ഇനി ഇവിടുന്ന് ഇത് കഴിച്ചാണ് നമ്മൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ലാസ്റ്റ് ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി ഞാൻ കാണിച്ചു തരും. ഞങ്ങളുടെ ഒരു സെക്ഷൻ എല്ലാ ലഗേജ് കാണിച്ചു, എല്ലാം ഇഷ്ടമല്ല. ഞാൻ കാണിച്ചായിരുന്നു ഓൾറെഡി, കുറേ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. ഇനി വാങ്ങിച്ചില്ല ആരും പറയില്ല അല്ലേ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും ഗൈസ്. ഓക്കെ, നമുക്കിനി ജെയിലോൺ ബേക്ക് ഹൗസിൽ പോവാം. ഇവിടെ അലക്സിലോൺ ഇങ്ങോട്ടേക്ക് പോവാം. കുറേ ഷെഫ് സ്പെഷ്യൽ ഉണ്ട്. ജെയിലോൺ പള്ളിച്ചോറ് അത് വരാം. ഇത് നിങ്ങൾക്ക് കുറവാണോ? ചിക്കൻ ബിരിയാണി, അത് ഗീ റൈസ്,
ഇതിൽ എന്തൊക്കെയുണ്ടോ ഗീ റൈസ്, പപ്പടം, ഇതൊക്കെ പൊരിച്ചത്, എന്തോ ഒരു ചിക്കൻ, വേറെ എന്തോ ഒരു ചിക്കൻ. എടുത്തോ. എൻ്റെ ഇത് അത് തുറന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ. അപ്പം ചിക്കൻ തുറക്കും. ഇതൊന്ന് തുറന്ന്. ദിസ് ഇസ് എങ്ങനെ തുറക്കും? കുറേ വാഴയിലുണ്ട്. വാഴയില കാരണം എനിക്ക് കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അതന്നെ കറീൻ്റെ കൂടെ ഗീ റൈസ്. അതാണത്. കറീൻ്റെ കൂടെ ഗീ റൈസ്. എനിക്ക് നന്നായി കാണും. ഞങ്ങൾക്ക് റൈസ് കുറവാണ്. അതെ. ഓക്കെ ഗൈസ്, മിക്സ് ചെയ്യണം. ഞാൻ വേണ്ട ഞാൻ മിക്സ് ചെയ്തു. നോക്കട്ടെ, നമുക്ക് എടുക്കാം. കഴിച്ചോട്ടെ ഗൈസ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. കറിയും ചിക്കനും കഴിക്കുന്നവരുണ്ട്. ഇനി കഴിച്ചതിൻ്റെ ബാക്കി പറയാം. ഗൈസ്, ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്താ ലാസ്റ്റ് കുടിച്ചെന്താ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തം ഫുഡ്? നന്നായിട്ട്. എല്ലാവരുടെ റൈസ് ഞങ്ങൾക്ക് മീൽസ് കിട്ടിയില്ല, അതുകൊണ്ട് മീൽസ് അറിയാൻ പറ്റിയില്ല. കറി എല്ലാം ഒരു തേങ്ങ റിലേറ്റഡ് കറീസ്, പക്ഷേ എല്ലാം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബില്ല് അറിയത്തില്ല, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിനി ഇവിടെ നിന്ന് നേരെ സ്റ്റിച്ചിങ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് മീറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ഓട്ടോ എടുത്തു, അവർ മൂന്നോളം വേറെ ഓട്ടോ എടുത്തു. സൂര്യ ഹോം. കുട്ടിയിലേക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ നല്ല നല്ല കളക്ഷൻ ഉണ്ട്. നമുക്ക് ആ ലൈറ്റിൻ്റെ വില നല്ല ഭംഗിയുള്ള കളക്ഷൻ ഉണ്ട് ഇവിടെ. സോ നമ്മൾ ഇവിടെയാണ് സ്റ്റിച്ചിങ്ങിന് കൊടുക്കുന്നത്. സോ പംചേച്ചി അവിടെ അളവ് കൊടുത്തുകൊണ്ടിരിക്കുക, എന്താ പാൻറ് ഡിസൈനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ നോക്കും എന്താ വേണ്ടതെന്ന്. എന്നിട്ട് ഇതിൻ്റെ സംഭവം നേരത്തെ കാണിച്ചു, ഇവർക്ക് നമുക്ക് ഫൈനൽ കാണിച്ചു, ലാസ്റ്റ് ഞങ്ങൾ കാണിച്ചു. നമ്മളിപ്പോൾ കൃതിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വരില്ല. ഇവിടെ ഇങ്ങനെ അതെ, അതാണ് അവർ ഇങ്ങനത്തെ ബാക്കി എന്തോ ആണ് ഇവിടെ ടോപ്പിന് അതെന്ന് പറഞ്ഞത്. ഇങ്ങനെ പകുതി എന്തോ ടോപ്പിന് എടുക്കാം, അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് അവരങ്ങനെ പറഞ്ഞു, അവർ ഇതിന്റെ പകുതി എടുക്കാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. വരെ വേണമെന്നില്ല. അളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് കഴിഞ്ഞ് നിങ്ങളെ കാണാം. ഓക്കെ, അങ്ങനെ 5:30 നമ്മുടെ പരിപാടീസ് കഴിഞ്ഞു. എൻ്റെ സംഗീതത്തിൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കൊടുത്തു, പമ്മു ചേച്ചിയുടെ സംഗീതത്തിൻ്റെ ഔട്ട്ഫിറ്റ് കൊടുത്തു, രണ്ടാളുടെ കൊടുത്തു. പിന്നെ പമ്മു ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ബ്ലൗസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃതി ലേബൽ ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ, എവിടെ കടവന്ത്ര അങ്ങനെ തോന്നുന്നു സ്ഥലം. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഞങ്ങളിപ്പോൾ ട്രെയിൻ ഓടിച്ച് തിരിച്ച് നേരെ കോഴിക്കോടേക്ക് പോവാണ്. അപ്പോൾ ഇനി ഞാൻ ട്രെയിൻ പിടിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കോഴിക്കോട് എത്തിയിട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ തിരിച്ച് നമ്മുടെ റൂം ബുക്ക് ചെയ്ത് അവിടെ എത്തി. നമ്മളിവിടെ നിന്ന് നമ്മുടെ ബാഗൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് ഊബർ ബുക്ക് ചെയ്ത് നമ്മളിവിടെ നിന്ന് പോകുന്നു, ട്രെയിൻ കയറുന്നു, തിരിച്ച് കോഴിക്കോട് എത്തുന്നു. ഞാനിനി നിങ്ങൾക്ക് ട്രെയിൻ കയറി കോഴിക്കോട് എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും ഇനി വരാം. ഇനി അവിടെ നിന്ന് കാണാം. ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്ന് വയ്യ, സത്യം എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ.
ഗായ്സ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 11:15 കഴിഞ്ഞു. ഞങ്ങളുടെ 2 ദിവസത്തെ കൊച്ചി യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. 2 ദിവസം നമ്മൾ പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നു. പംചേച്ചിക്ക് നല്ലൊരു സാരി കിട്ടി. നമ്മൾ വിചാരിച്ചു മറ്റേ സ്ഥലത്ത് നിന്നായിരിക്കും എടുക്കുക എന്നൊക്കെ. പക്ഷേ നമ്മൾ എന്താ പറയുക, വിചാരിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് നല്ലൊരു സാരി കിട്ടി. ഞാൻ വിചാരിച്ച പോലത്തെ സാരി കിട്ടി. അമ്മയ്ക്ക് കിട്ടി, അതേപോലെ അവിടെ ആൻറ്റിക്ക് കിട്ടി. നല്ലതായിരുന്നു. ആകെ ഇനിയിപ്പോൾ പെൻഡിങ് ആയിട്ട് ഞങ്ങൾക്കുള്ളത് എൻ്റെയും ചേച്ചിയുടെയൊക്കെ റിസപ്ഷൻ്റെ ഡ്രസ്സ് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. സ്റ്റിച്ചിങ്ങിന് നമ്മൾ കൃത്യ ലേബലിൽ കൊടുത്തു. അതും ഇൻസ്റ്റാഗ്രാം വഴി കണ്ടതായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ അവിടെ അത് കൊടുത്തു. എല്ലാം നല്ലതായിരുന്നു. ഇപ്പോൾ 2 ദിവസം പോയിട്ട് വേർത്തായിരുന്നു. കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും ഇതെടുത്ത് കുറേ പോയിട്ടെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു അതന്നെ. അതുകൊണ്ട് ഐ ആം ഹാപ്പി. ഇതിൻ്റെയൊക്കെ ഔട്ട്കം എന്താവുമെന്ന് നമുക്ക് ആ ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ് നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് വ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ശിശിര സൈനിങ് ഓഫ്. ബൈ.